ലോകഭൂപടത്തിൽ വെറുമൊരു പൊട്ടുപോലെ തോന്നിക്കുമെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ഒരു സ്വിച്ച് ബോർഡാണ് ഈ ദ്വീപ്. ഇറാനിലെ ഖാർഗ് ദ്വീപിന്റെ രഹസ്യങ്ങൾ അറിയാം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ കൊച്ചു ദ്വീപിലൂടെയാണ്. പേർഷ്യൻ കടലടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ലോകത്തെ ഏറ്റവും വലിയ കടൽ എണ്ണ ടെർമിനലുകളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ടാങ്കറുകൾക്ക്, അതായത് ULCC അൾട്രാ ലാർജ് ക്രൂഡ് കാരിയേഴ്സ്, ഒരേ സമയം അടുത്തു നിൽക്കാൻ കഴിയുന്ന ലോകത്തിലെ ചുരുക്കം ചില തുറമുഖങ്ങളിൽ ഒന്നാണിത്. ഒരു ടാങ്കർ ലോഡ് ചെയ്താൽ തന്നെ കോടിക്കണക്കിന് ലിറ്റർ എണ്ണയാണ് അതിലൂടെ നീങ്ങുന്നത്. ഇവിടെ ഒന്ന് കണ്ണടച്ചാൽ ലോകവിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുമെന്ന് ചുരുക്കം. വെറും 20 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വിസ്തൃതി. എങ്കിലും ഇതിന്റെ തന്ത്രപരമായ സ്ഥാനം കാരണം ലോകശക്തികളെല്ലാം ഈ ദ്വീപിനെ ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. 1980കളിൽ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ഈ ദ്വീപിന് നേരെ 2000-ത്തിലധികം തവണയാണ് ബോംബാക്രമണമുണ്ടായത്. എന്നിട്ടും ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്താൻ ആർക്കും സാധിച്ചില്ല. യുദ്ധകാലങ്ങളിൽ ഈ ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഓരോ നീക്കവും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാറുണ്ട്. കടലിന്റെ ആഴം കൂടുതലുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ടുതന്നെ വലിയ കപ്പലുകൾക്ക് തീരത്തേക്ക് വളരെ അടുത്തു വരാൻ സാധിക്കും. ഈ ഡീപ്പ് വാട്ടർ സൗകര്യമാണ് ഖാർഗ് ദ്വീപിനെ ഒരു ഓയിൽ ഹബ്ബാക്കി മാറ്റിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കൂടുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഖാർഗ് ദ്വീപിലേക്കാണ്. ഈ സ്വിച്ച് ബോർഡിലെ ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ പോക്കറ്റിനെ ബാധിക്കുമെന്ന് ചുരുക്കം. 2000-ത്തിലധികം ബോംബാക്രമണങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് ഖാർഗ് ദ്വീപിനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെ അടുക്കാൻ കഴിയുന്ന അഗാധമായ കടൽത്തീരമാണ് ഈ കുഞ്ഞു ദ്വീപിനെ ലോകത്തിന്റെ എണ്ണ കണ്ണാടിയാക്കി മാറ്റുന്നത്. നിങ്ങൾ ഇതിനു മുൻപ് ഈ ദ്വീപിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇറാന്റെ ഈ എണ്ണക്കോട്ട തകർന്നാൽ ലോകത്ത് പെട്രോൾ വില എവിടെ എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഷാർപ്പ് അറിവുകൾക്കായി ഷോർട്ട് ആൻഡ് ഷാർപ്പ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.